വെൽക്കം ടു PSC ജേണി. PSC ജേണിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഡിഗ്രി പ്രിലിംസിൻ്റെ ഇതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഹോൾ ടിക്കറ്റൊക്കെ വന്നിട്ടുണ്ട്. 23-ാം തീയതി ഉള്ളവർക്ക് ഓൾറെഡി വന്നിട്ടുണ്ട്. 30-ാം തീയതി ഉള്ളവർക്ക് ഇന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഹോൾ ടിക്കറ്റ് എനിക്ക് വന്നിട്ടുണ്ട്. എനിക്ക് 30-ാം തീയതിയാണ് എക്സാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. 23-ാം തീയതി എക്സാം ഉള്ളവർക്ക് ഇപ്പോൾ അധികം ദിവസങ്ങളൊന്നുമില്ല അല്ലേ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. പ്രിലിംസാണ്, എന്നാലും നന്നായിട്ട് പഠിക്കുക. ഡിഗ്രി പ്രിലിംസ് 30-ാം തീയതി ഉള്ളവരും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. ഹോൾ ടിക്കറ്റ് വരാത്തവരൊന്ന് ചെക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വ്ളോഗിലേക്ക് കിടക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ഒരു സ്റ്റഡി വ്ളോഗാണ്. അപ്പോൾ ഇന്നത്തെ നമ്മൾ ആദ്യം തന്നെ എടുത്ത ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക് തന്നെയാണ് ഈ ഒരു വീക്കിൽ. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ നമ്മളുടെ പ്രധാനപ്പെട്ട കമ്മീഷനുകൾ എന്ന് പറയുന്ന പോർഷനും കൂടെ നോക്കുന്നുണ്ട്. അപ്പോൾ അത് ഓൾറെഡി നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു നോട്ട്സ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡേറ്റുകളും അതുപോലെ കാലാവധി അതൊക്കെ ഒന്ന് ഓർമ്മിക്കുകയാണ് ചെയ്തത്. പിന്നെ ഇതിൻ്റെ പോർഷൻ ഏതാണ്, നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പോർഷൻ എന്ന് പഠിച്ചത് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ രാഷ്ട്രപതി, പ്രധാനമന്ത്രിമാർ, രാഷ്ട്രപതിമാർ, അതുപോലെ സുപ്രീം കോടതി, ഹൈക്കോടതി, അതൊക്കെ ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിളുകൾ, ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് ആ ഒരു ഏരിയ ആണ് ഇന്ന് ഞാൻ നോക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഭരണഘടന എന്ന് പറയുന്ന ആ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഡിഗ്രി പ്രിലിംസിനും അതുപോലെ LDCക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്. LGSനായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ പഠിക്കണം. നമ്മൾ എത്രത്തോളം പഠിച്ചു എന്ന് പറഞ്ഞാലും വീണ്ടും വീണ്ടും റിവിഷൻ ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇത്തരം പോർഷൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ്. പിന്നെ അതുപോലെ തന്നെയാണ് സുപ്രധാന നിയമങ്ങൾ, കമ്മീഷനുകൾ എന്ന് പറയുന്നത്, കമ്മീഷനുകൾ എന്ന് പറയുന്ന ഒരു പോർഷൻ. അപ്പോൾ അതിൽ ഒരുപാട് കമ്മീഷനുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അത് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന്. അത് മുൻപ് ചെയ്തതല്ല, ഇപ്പോൾ ചെയ്ത് തന്നെയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ ഒരു ലാസ്റ്റ് നിമിഷത്തിൽ നോട്ട്സ് ഒന്നും പ്രിപ്പയർ ചെയ്യില്ല എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മളുടെ ഈ ഒരു കമ്മീഷനുകളും നിയമങ്ങളൊക്കെ എടുക്കുമ്പോൾ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ഒരുപാട് കമ്മീഷന് നിയമം വന്നിട്ടുള്ള ഡേറ്റും പിന്നെ അതുപോലെ അത് കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളതും, അതായത് ഒരു നിയമം പാസ്സാക്കുന്നു, അതിനുശേഷം അതൊരു ഡേറ്റ് ഉണ്ടായിരിക്കും. അതുപോലെ കമ്മീഷൻ നിലവിൽ വന്ന ഒരു ഡേറ്റ് ഉണ്ടായിരിക്കും. അതുപോലെ ഇനി ഭേദഗതി ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഡേറ്റുകളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ആ ഓരോ കമ്മീഷനിലും കാലാവധി, അംഗങ്ങളുടെ എണ്ണം, അതുപോലെയുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ ചോദിക്കാവുന്ന പോയിൻറ്റ്സുകളാണ്, മിക്കവാറും ചോദിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്നും വിട്ട് നമുക്ക് ഉപേക്ഷിച്ച് കളയാൻ പറ്റുന്ന പോയിൻറ്റ്സുകളല്ല. അപ്പോൾ അതെല്ലാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന കാര്യം തന്നെയായിരിക്കും. ഇതൊക്കെ മാറിപ്പോവുക എന്നുള്ളത് എനിക്ക് പറ്റുന്നതാണ്. എപ്പോഴും മാറിപ്പോവും എനിക്ക് ഈ ഡേറ്റുകളെല്ലാം തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെറുതായിട്ടൊരു നോട്ട്സ് പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ ഒരുവിധം എന്താ പറയുക, എല്ലാം തന്നെ ഞാൻ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ വിവരാവകാശം തൊട്ട് തന്നെ പറയാം. വിവരാവകാശം, അതുപോലെ മനുഷ്യാവകാശം, പിന്നെ വനിതാ കമ്മീഷൻ്റെ എല്ലാം സംസ്ഥാനവും ദേശീയവുമായിട്ട് വരുന്നതെല്ലാം തന്നെ നോക്കുന്നുണ്ട്. അതുപോലെ പൗരത്വ ഭേദഗതി നിയമം, പിന്നെന്താണ് പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്, പിന്നെ രണ്ടും സെപ്പറേറ്റ് ഒരുമിച്ച് വന്നിട്ടുണ്ട്, പിന്നെ സെപ്പറേറ്റ് ആയതുകൊണ്ട് അല്ലേ. അതുപോലെ ഉണ്ട് ന്യൂനപക്ഷ കമ്മീഷനുണ്ട്, പിന്നാക്ക വിഭാഗ കമ്മീഷനുണ്ട്. ഇതിൻ്റെയൊക്കെ സംസ്ഥാനവും ദേശീയവുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റുകളും അംഗങ്ങളൊക്കെ വ്യത്യസ്തമാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാം നിങ്ങൾ എഴുതി വെച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. കമ്പയർ ചെയ്ത് തന്നെ പഠിക്കണം, അല്ലെങ്കിൽ ഈ നമ്പറുകളെല്ലാം തന്നെ മാറിപ്പോകും. അതുപോലെ തന്നെ ബാലാവകാശ കമ്മീഷനുണ്ട്, ഇലക്ഷൻ കമ്മീഷനുണ്ട്, UPSC ഇലക്ഷൻ കമ്മീഷൻ സംസ്ഥാനവും ദേശീയവും ഉണ്ട്. അതുപോലെ UPSC, നമ്മുടെ PSC, പിന്നെ ഒരുപാട് കമ്മീഷനുകളുണ്ട്. ഏതാണ് സേവനാവകാശ നിയമം, അതൊക്കെ അതിൽ വരുന്നതന്നെ കേട്ടോ. നിയമങ്ങളൊക്കെ വരുന്നുണ്ട്. കേന്ദ്ര വിജിലൻസ് കമ്മീഷനുണ്ട്, ധനകാര്യ കമ്മീഷൻ, വിജ്ഞാന കമ്മീഷൻ, വിദ്യാഭ്യാസ അവകാശ നിയമം, അങ്ങനെ അതിൽ വരുന്ന ഇതെല്ലാം തന്നെ നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ടോപ്പിക്കുകളാണ്. അപ്പോൾ ഇതിലെല്ലാം തന്നെ നിലവിൽ വന്ന ഡേറ്റും, നിയമം വേറെ, കമ്മീഷൻ വേറെ, ഡേറ്റുകൾ വേറെ, പിന്നെ അംഗങ്ങളുടെ എണ്ണം വേറെ, കാലാവധി വേറെ, ഇതൊക്കെ തന്നെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം കൺഫ്യൂഷനായി പോകാതിരിക്കാൻ നിങ്ങൾ എഴുതി വെച്ച് തന്നെ പഠിക്കുക. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അതുകൊണ്ടാണ്, എഴുതി വെച്ച് തന്നെ പഠിക്കുക. അല്ലെങ്കിൽ ഇതിന്ന് തീർച്ചയായിട്ടും നല്ല ക്വസ്റ്റ്യൻസ് ഇതിന്നുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്നത്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഒരുമിച്ച് എഴുതി വെച്ചിട്ട് വായിക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഭരണഘടനയുടെ പോർഷൻ പറഞ്ഞു. ഭരണഘടന ഇന്ന് നോക്കിയത് ഞാൻ ഇന്നലെയും ഇന്നുമായിട്ടാണ് കംപ്ലീറ്റ് ചെയ്തത്. ഇന്നലെ എനിക്ക് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നും കൂടെ ഇരുന്നിട്ടാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. കാരണം ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് വരുന്ന ഒരു ടോപ്പിക് തന്നെ റാങ്ക് ഫയൽ എടുത്തറിയാം. പ്രധാനമന്ത്രി, അതുപോലെ ഗവർണർ, രാഷ്ട്രപതി, പിന്നെന്താണ് ഹൈക്കോടതി, സുപ്രീം കോടതി, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട രാജ്യസഭ, ലോകസഭ, ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളുകളും അതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്.
അപ്പോൾ അതെല്ലാം ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ടായിരുന്നു പ്രധാനമന്ത്രിയും അതുപോലെ രാഷ്ട്രപതിമാരെ കുറിച്ചൊക്കെ പഠിക്കാൻ ഞാൻ എൻ്റെ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കിയത്. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇന്നത്തെ ഒരു ദിവസം കൂടെ എടുത്തിട്ട് അതൊന്ന് ഭരണഘടന എന്ന് പറയുന്ന പോർഷൻ ഫുൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇന്ന് ഞാൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇതുപോലെ ഒരു ദിവസം കൂടെ എക്സ്ട്രാ എടുത്തിട്ടൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക, പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്ത് തീർക്കുക. അപ്പോൾ അതിനുശേഷം എനിക്ക് കുറച്ച് ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്തത് IT ഒന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. IT കുറച്ചൊന്ന് മാറ്റി വെച്ചേക്കായിരുന്നു. അപ്പോൾ IT ഒരു ചെറിയ പോർഷനാണ് കേട്ടോ, നെറ്റ്വർക്ക് എന്ന് പറയുന്ന ആ ഒരു പോർഷൻ നോക്കി. അതൊന്ന് ക്വസ്റ്റ്യൻസ് ഞാൻ പ്രീവിയസ് ഒക്കെ നോക്കിയപ്പോൾ കണ്ടു. അപ്പോൾ ഞാൻ ആ ഒരു പോർഷൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തു. നമ്മുടെ ഡിഗ്രി പ്രിലിംസിനും കൂടെ ഉപകാരപ്പെടുന്നതാണല്ലോ. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ കല എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ, സാഹിത്യ അക്കാദമി, കേരള കലാമണ്ഡലം, സംഗീത നാടക അക്കാദമി, അതുമായിട്ട് ബന്ധപ്പെട്ട ആ പോർഷനും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു പഠനം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഓരോ ദിവസവും ഒട്ടും വേസ്റ്റ് ചെയ്യാതെ നിങ്ങളുടെ ടു ഡു ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്താലും ബാക്കി സമയം ഉണ്ടെങ്കിൽ മറ്റ് ടോപ്പിക്കുകൾ റിവിഷൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിച്ച് ഒരു ഡിപ്രഷനോ നിരാശയൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നവരെ താങ്ക് യു.